ഉപഭോക്താവിന് ആവശ്യമുള്ളത് എന്താണോ അത് കണ്ടറിഞ്ഞ് നൽകുക എന്നതാണ് ഫ്ലൈജാക്കിന്റെ പ്രത്യേകത. ഏത് രാജ്യത്ത് ഏത് മാർഗം എങ്ങനെ എന്തെത്തിച്ചു കൊടുക്കണം എന്ന് പറയുന്ന ഉപഭോക്താവിന്റെ മനോധർമ്മം അതേപടി പാലിക്കുവാൻ തന്റെ സ്ഥാപനം ഏറെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്ന് മാധവൻ പറയുന്നു. ഒരു വെഹിക്കിൾ നമ്മൾ പോർട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ തന്നെ അവിടുത്തെ കൺജഷൻ കാരണം അവിടെ നിന്ന് മടങ്ങി വരണമെങ്കിൽ ചിലപ്പോൾ മണിക്കൂറുകളല്ല ദിവസങ്ങൾ തന്നെ എടുത്തു വരും. അതുകൂടാതെ വളരെ വലിയ സാധനങ്ങളാണെങ്കിൽ, അതായത് വളരെയധികം വെയിറ്റുള്ള സാധനങ്ങൾ ഒക്കെ ആണെങ്കിൽ പല ബ്രിഡ്ജുകൾക്കും അത് താങ്ങുവാൻ ശക്തിയില്ല. അപ്പം അതിനായിട്ട് പാരലായിട്ട് എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കി അത് നമുക്ക് നദി തരണം ചെയ്ത് അങ്ങേപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നു. റോഡിൻ്റെ സ്ഥിതിയാണെങ്കിൽ ഈ മൺസൂൺ സമയത്ത് നമുക്ക് 6 മണിക്കൂറിൽ പോകേണ്ട ഒരു സ്ഥലം അല്ലെങ്കിൽ 12 മണിക്കൂറിൽ എത്തേണ്ട നാസിക് എന്ന സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കൺജഷൻ, റോഡിൻ്റെ പണികളുടെ പ്രോബ്ലം, അതുകൂടാതെ ധാരാളം ട്രാഫിക് ജാംസ്, അതും വലിയൊരു പ്രശ്നമാണ്. ഇതുകൂടിയായിട്ട് ചിലപ്പോൾ 2 ദിവസം തന്നെ എടുത്ത ദിവസങ്ങളുണ്ട്, പ്രത്യേകിച്ച് നല്ല മഴയുണ്ടെങ്കിൽ. അപ്പോൾ പല പ്രതിസന്ധികളും നമുക്ക് പ്രതിനിധീകരിക്കുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓരോ കമ്പനിയും അവർക്ക് വേണ്ട പ്രൊഡക്ഷന് വേണ്ടത് മാത്രമാണ് അപ്പോൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് പ്രൊഡക്ഷനെയും വളരെയധികം ബാധിക്കും. അതുകൂടാതെ നമുക്കൊരു പർട്ടിക്കുലർ ഒരു ഷിപ്പിൽ ഒരു സാധനം അയക്കണമെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ വന്നതെന്നുണ്ടെങ്കിൽ ആ ഷിപ്പ് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ നമുക്ക് ആദ്യം 2-3 ആഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും. പല എക്സ്പോർട്ടേഴ്സിനും അതുകൊണ്ട് സീൽ അയക്കാൻ വൈകി എന്ന് പറഞ്ഞാൽ കംപ്ലൈൻറ്റ് കാരണം സ്വന്തമായ പൈസ ചെലവാക്കി അവർക്ക് എയറിൽ അയക്കേണ്ട പല സംഗതികളും നേരിട്ടിട്ടുണ്ട്. 300-ലധികം ആളുകൾ ജോലി ചെയ്യുന്നു. എയർലൈൻസിലും ഷിപ്പിംഗ് സെക്ടറിലും ആവശ്യത്തിനുള്ള ആത്മാർത്ഥതയുള്ള ജോലിക്കാരുണ്ട്. ഫ്ലൈജാക്ക് എപ്പോഴും ഫാമിലി എന്നാണ് ഉദ്ദേശിക്കാറ്. ഫ്ലൈജാക്ക് ഒരിക്കലും ഫ്ലൈജാക്ക് എന്ന് പറയാറില്ല. ഫ്ലൈജാക്ക് ഫാമിലി എന്നാണ് എന്ത് പ്രവൃത്തിയിലും കൊണ്ടുവരാറ്. എന്തുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ ജോലി ചെയ്യുന്ന ആൾക്കാരും രാവിലെ 9:30 വന്നിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം പോകുന്നത് സാധാരണ 7:30, 8 o'clock അതായത് ജീവിതത്തിൻ്റെ ഭൂരിപക്ഷം സമയം ചെലവഴിക്കുന്ന സ്ഥലം ഈ ഔദ്യോഗിക സ്ഥാപനങ്ങളായിരിക്കും. ആ സ്ഥാപനത്തിൽ നമ്മൾ തമ്മിൽ അറിയുക, പരിചയപ്പെടുക. ഞങ്ങളുടെ ഓഫീസിൽ തന്നെ രാവിലെ ഓഫീസ് തുടങ്ങുന്നത്, എല്ലാ ഓഫീസും ഞങ്ങൾക്ക് 25-ലധികം ഓഫീസുകളുണ്ട് ഇന്ത്യയിൽ തന്നെ. രാവിലെ ഓഫീസ് തുടങ്ങുന്നത് തന്നെ ഒരു പ്രെയർ മുഖാന്തരമാണ്. ആ പ്രെയർ വളരെ സിമ്പിളാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലെറ്റ് ദ എൻറ്റയർ വേൾഡ് ബി ഹാപ്പി ആൻഡ് ഓം ശാന്തി ശാന്തി ശാന്തി, ലെറ്റ് us be at peace, let us be at peace and let us be at peace. ഈ സമാധാനത്തിൻ്റെ മുദ്ര മുഴക്കിയിട്ടാണ് ഞങ്ങളുടെ ആൾക്കാർ രാവിലെ തന്നെ പ്രവൃത്തി തുടങ്ങുന്നത്. ആ പ്രവൃത്തിയിലും അന്നന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന നേട്ടങ്ങളോ അല്ലെങ്കിൽ പുതുമകളോ വല്ലതും ഉണ്ടെങ്കിൽ അവർ സാധാരണ ആ പ്രെയർ കഴിഞ്ഞതിന് ശേഷം ഓരോ വ്യക്തിക്കും 2 മിനിറ്റോ 5 മിനിറ്റോ അത് ഷെയർ ചെയ്യുവാനും 2 മിനിറ്റ് മൗനമായി നിന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു അപകീർത്തനം നടത്തി ഒരു മൗനത്തിനെ പറ്റി നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഹാപ്പിനെസ് എല്ലാം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളൊരു ബോധവും അവർക്കുണ്ട്. അപ്പോൾ കമ്പനിയുടെ ഏറ്റവും വലിയ സ്വത്ത് നമ്മുടെ ആൾക്കാരാണ്. അവരാണ് ഇത് കമ്പനിയെ വളർത്തിയിരിക്കുന്നത്. എല്ലാ തരത്തിലുള്ള മീറ്റിങ്ങുകളിലും അവർ പങ്കെടുക്കാറുണ്ട്. ഞങ്ങളുടെ ഓരോ മാസത്തെയും എന്താണ് കമ്പനി എത്രത്തോളം വളർന്നിട്ടുണ്ട്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വളർന്നിട്ടുണ്ട് എന്നിട്ടുള്ള ഒരു അവലോകനം നടത്തുമ്പോൾ പ്യൂൺസ് അടക്കം എല്ലാവരും ഇരുന്ന് എല്ലാ സെക്കൻഡ് സാറ്റർഡേ ഓഫ് ദ മന്ത് ഞങ്ങൾക്കൊരു മീറ്റിംഗ് ഉണ്ടായിരിക്കും. ആ മീറ്റിങ്ങിൽ ഓരോരുത്തരും പറയുന്നത് കമ്പനിക്ക് എത്ര പ്രോഫിറ്റ്, എത്ര നഷ്ടം, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ് വളർന്നു എന്നുള്ളത് ഒരു പ്യൂൺസ് അടക്കം അറിയാം. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് വളരാനും പറ്റി, ഒന്നാമതൊരു ഭാവം വളരാനും പറ്റി. അതാണ് കമ്പനിയുടെ വലിയൊരു നേട്ടം. മറുനാടിന്റെ ഹൃദയത്തുടിപ്പിൽ വ്യവസായ വികസനത്തിന്റെ പുത്തൻ ഉണർവ് പകർന്ന എ മാധവൻ സ്ഥിരോത്സാഹിയായ തന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യക്തമായി ഇങ്ങനെ വിവരിച്ചു. നമ്മൾ എപ്പോഴും സന്തോഷം തേടിത്തിരിയുന്നത് പുറം ലോകത്തിലാണ്. അതായത് ഭൗതികമായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ പദവിയിലും പലതിനുമായിട്ടാണ് നമ്മൾ സാധാരണ ഓടിത്തിരിയുക. പക്ഷെ ഒരു വ്യക്തിയുടെ ശരിക്കുള്ള സന്തോഷം എവിടെയാണെന്ന് ചോദിക്കേണ്ടത് വളരെ ആവശ്യമാണ്. വ്യക്തിയുടെ വ്യക്തിത്വം നിലനിൽക്കുന്നതും സന്തോഷം നിലനിൽക്കുന്നതും സ്വന്തം
ഉള്ളിലാണ്. നമ്മൾ പുറമേക്ക് പോകാതെ സ്വയം അവലോകനം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത് ധ്യാനമായിരിക്കും. രാവിലെ ദിവസവും കഴിയുന്നതും 2 മണിക്കൂറെങ്കിലും ധ്യാനിക്കുക എന്നുള്ളത് എനിക്കൊരു സമ്പ്രദായമാണ്. ആ ധ്യാനത്തിലൂടെ ഞാൻ എന്താണ് വീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഞാനൊരു ദൈവികമായിട്ടൊരു പർട്ടിക്കുലർ മതത്തിനോട് ബന്ധപ്പെട്ടിട്ടല്ല. എന്നെ ധ്യാനം പഠിപ്പിച്ചിരിക്കുന്നത് ഒരു മിസ്റ്റർ ജോൺ യാർ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലണ്ടുകാരനാണ്. അതും 10-30 കൊല്ലം മുമ്പേ. അപ്പോൾ ഒരു ജാതീയമായിട്ടുള്ള ഒരു പ്രസ്ഥാനമല്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള സന്തോഷം അറിയണമെങ്കിൽ നമ്മുടെ ജീവചൈതന്യം എന്താണെന്നൊരു ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ഞാൻ ഈ ശരീരമാണോ, ഞാൻ ഈ മനസ്സാണോ, അതോ അതിലും ഉപരിയായി എന്തോ ഒന്നുണ്ട്. അത് ഗോഡ്ലിനെസ് എന്ന് വേണമെങ്കിൽ പറയാം, ഗോഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ സോൾ എന്ന് പറയാം, അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയാം, എന്ത് വേണമെങ്കിലും പലതരത്തിലും പറയാം. പക്ഷേ ആ ജീവചൈതന്യം നമ്മളിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു പ്രസക്തിയുമില്ല. ആ ജീവചൈതന്യം എപ്പോഴും എവർലാസ്റ്റിംഗ് ബ്ലിസ്ഫുൾ സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ധ്യാനിക്കുക തന്നെ മാത്രമേ നിവർത്തിയുള്ളൂ. ആ ഒരു അവലംബത്തിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് ബാഹ്യമായ സംഗതികളെ എന്താണ് ജീവിതത്തിന് ഏറ്റവും വലിയ പ്രശ്നം? ഏറ്റവും വലിയ പ്രശ്നം വരുന്നത് നമ്മുടെ മനസ്സുകൊണ്ടാണ്. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള ചിന്താവിഷയങ്ങളുടെ ഒഴുക്കുകൾ, ഒരു ഒഴുക്കിനൊഴുകുക. നമുക്കുള്ള വിഷമം എന്തുകൊണ്ടാണ്? ചിന്താവിഷയങ്ങൾ വരുമ്പോൾ വരുന്ന വിഷമങ്ങൾ, ചിന്തയോട് നമ്മൾ അടിമത്തത്വം പ്രാപിക്കുന്നു, നമ്മളതിൽ ഒരു വിക്റ്റിമായി തീരുന്നു. അതിന് പകരം ചിന്തകൾ നമ്മളല്ല, ചിന്തകൾ വന്നും പോയും കൊണ്ട് വിരിക്കും. അതിനെ നമുക്ക് സ്ഥായിയായിട്ട് നമുക്ക് വീക്ഷണത്തിലൂടെ കണ്ടിട്ട് ഒരു വിറ്റ്നസ്സായിട്ട് ഒരു സാക്ഷിയായി നിൽക്കുവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ എന്ത് തരത്തിലുള്ള വിഷമങ്ങൾ വരുമ്പോഴും നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് അവലംബമായി നിൽക്കുന്ന ആ ശക്തിവിശേഷം, ആ ജീവചൈതന്യം നമ്മളിലുള്ളതും ബാക്കി എല്ലാവരിലുള്ളതും പ്രപഞ്ചത്തിലുള്ളതും ഒന്നാണെന്നുള്ള ധാരണ, ആ ധാരണ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ചിന്താവിഷയങ്ങളെ നമുക്ക് വളരെ വ്യത്യസ്തമായി കാണുവാൻ പറ്റും. അതിൽ നമ്മൾ ഒരു പങ്കാളിയാവുകയില്ല, വിറ്റ്നസ് മാത്രമായിരിക്കും. ആ സാക്ഷിഭാവമായിരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിനും നിദാനത്തിനും കാരണം. ഇനിയും മാധവന്റെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഈ യാത്രയിൽ വീണ്ടും പുത്തൻ വിജയഗാഥകൾ രചിക്കുവാനുള്ള ശ്രമത്തിലാണ് ഫ്ലൈജാക്ക് ലോജിസ്റ്റിക്സിന്റെ സാരഥിയായ മാധവൻ.